ഹായ് ഹലോ ഗൈസ്, ഏൺ മാർക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സോഷ്യോളജി സബ്ജക്റ്റിന്റെ സിലബസിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം, സോഷ്യോളജി എന്ന് പറയുന്നത് നമുക്ക് ഹ്യൂമാനിറ്റീസ് ഏരിയ ആണ് താല്പര്യമെങ്കിൽ നമ്മൾ പൊതുവെ സെലക്ട് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് സോഷ്യോളജി എന്ന് പറയുന്നത്. അപ്പോൾ NIOSുമായി ബന്ധപ്പെട്ടിട്ടുള്ള സോഷ്യോളജി, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, ഇത്തരം എല്ലാ വീഡിയോസ് നമ്മൾ ഇതിൻ്റെയൊക്കെ സിലബസ് അടങ്ങിയിട്ടുള്ള വൃത്തിയായിട്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോസ് നമ്മുടെ ചാനൽ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അതിന്റെ സിലബസ് നിങ്ങൾക്ക് അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോസ് ഒന്ന് റെഫർ ചെയ്തിട്ട് വരാവുന്നതാണ്. ആൻഡ് വൺ മോർ തിങ്, ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഇനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്, NIOSുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ഒരു ബെൽ ഐക്കണും കൂടി ഇനേബിൾ ചെയ്തിടാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ സോഷ്യോളജിയുടെ കോഡ് വരുന്നത് 331 331 നമ്മുടെ സോഷ്യോളജിയുടെ കോഡ് നമ്പർ എന്ന് പറയുന്നത്. അപ്പം ഇതില് മൊത്തമുള്ളത് 35 പാഠങ്ങളാണ്. 35 പാഠങ്ങളാണ് നമുക്ക് ഈ ഒരു സിലബസിൽ നമുക്ക് പഠിച്ചെടുക്കാനുള്ളത്. അതിൽ 5 മൊഡ്യൂളുകൾ, അതായത് 5 മൊഡ്യൂളുകളിലായി 5 ബ്ലോക്കുകളിലായി 35 പാഠങ്ങളാണ് ഈ ഒരു സിലബസിലുള്ളത്. അതിൽ തന്നെ 35 പാഠങ്ങൾ നമ്മൾ പഠിച്ചെടുക്കേണ്ടതില്ല. നമ്മുടെ മറ്റ് വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്താണ് TMA, എന്താണ് എക്സാം പോർഷൻസ് എന്നൊക്കെ അറിയുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പം ഇതില് 60%, ഈ 35 പാഠങ്ങളിൽ 60% മാത്രമാണ് നമ്മൾ എക്സാമിന് പഠിച്ചെഴുതേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ 35 എന്ന് പറയുന്നത് വലിയൊരു സംഖ്യയാണ്. 35 പാഠങ്ങൾ 6 മാസം കൊണ്ട് പഠിച്ചെടുക്കുക, അത് എക്സാം എഴുതുക എന്ന് പറയുന്നത് ഹ്യൂമൻലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം അല്ല, അല്ലെ? അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിലബസിനെ 60%, 40% ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ 60% എന്ന് പറയുന്നത് പബ്ലിക് എക്സാമിനേഷന്റെ സിലബസ് ആണ്. അതായത് കൊല്ലപരീക്ഷയിൽ, ഇത് നമ്മൾ പറയില്ലേ ലാസ്റ്റ് പരീക്ഷയിൽ, നമുക്ക് കൊല്ലപരീക്ഷയല്ല, നമുക്ക് വർഷത്തിൽ 2 പ്രാവശ്യം NIOSന്റെ എക്സാം വരുന്നുണ്ട്, അല്ലെ? 6 മാസം കൂടുമ്പോഴാണ് എക്സാം വരുന്നുണ്ടാവുക. അപ്പം ഈ ഒരു പരീക്ഷയിൽ മെയിൻ എക്സാമിൽ നമ്മൾ പഠിച്ചെഴുതേണ്ട പാഠങ്ങളാണ് ഈ ഒരു 60% വരുന്നത്. അത് മൊത്തം 20 പാഠങ്ങളാണ് ഉണ്ടാവുക. 20 പാഠങ്ങളാണ് നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക. ഈ 20 പാഠത്തിൽ നിന്നല്ലാതെ വേറെ ചോദ്യങ്ങൾ, ഈ ഇപ്പുറത്തുള്ള TMAയിലുള്ള 15 പാഠങ്ങളിൽ നിന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യങ്ങൾ ഉണ്ടാവില്ല. ഈ 20 പാഠങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇനി ബാക്കി വരുന്ന 40% TMA എന്ന് പറയുന്നത്. TMA എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അസൈൻമെന്റ്സ്, പ്രോജക്ട്സ്, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഈ പാഠങ്ങളിൽ നിന്നായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ മൊഡ്യൂളുകളും അതിന്റെ ഉള്ളിൽ വരുന്ന TMA പോർഷൻസും അതുപോലെ തന്നെ എക്സാമിനേഷൻ പ്രോസസ്സും ആ ഒരു പോർഷൻസും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് പോവാം. മൊഡ്യൂൾ 1 സോഷ്യോളജി ബേസിക് കോൺസെപ്റ്റ്. നമുക്കറിയാം, സോഷ്യോളജിനെ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോവുകയാണ്. ആ ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ചു വന്നൊരു സബ്ജക്റ്റ് അല്ല സോഷ്യോളജി. അപ്പൊ അതിന്റെ ബേസിക് കോൺസെപ്റ്റ് ആണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഒരുപാട് മൊഡ്യൂൾസ് അതിൽ TMA ആണ്. ആദ്യത്തെ 2 മൊഡ്യൂൾ, നമ്മൾ പുസ്തകം ബുക്ക് തുറക്കുമ്പോൾ ആദ്യം കാണുന്ന 2 മൊഡ്യൂൾ നമ്മൾ എക്സാമിന് പഠിക്കേണ്ട മൊഡ്യൂൾ അല്ല. അതിൽ നിന്നാണ് നമുക്ക് എന്ത് വരുന്നുണ്ടാവുക? TMA പോർഷൻസ് ആയിട്ട്, അതായത് ക്വസ്റ്റ്യൻസ്, അസൈൻമെന്റ്സ് അല്ലെങ്കിൽ പ്രോജക്ട്സ് ഒക്കെ വരുന്നുണ്ടാവും. ഈ പോർഷനിൽ നിന്നാണ് ആദ്യത്തെ പാഠം ആൻ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി. അതുപോലെ തന്നെ 2ാമത്തെ പാഠം എമർജൻസി ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എമർജൻസ് ആയിരിക്കും കേട്ടോ, എമർജൻസി അല്ല, എമർജൻസ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജി. 7ാമത്തെ പാഠമായിട്ടുള്ള സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് സോഷ്യൽ സിസ്റ്റം. 8ാമത്തെ പാഠം നോംസ് ആൻഡ് വാല്യൂസ്. 9ാമത്തെ പാഠം സ്റ്റാറ്റസ് ആൻഡ് റോൾ. 10ാമത്തെ പാഠം കോഓപ്പറേഷൻ, കോമ്പറ്റീഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. 11ാമത്തെ പാഠം അക്കൾച്ചറേഷൻ, അസിമിലേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ. ഇത്രയും പാഠങ്ങൾ നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട. ഇത്രയും പാഠങ്ങളിൽ നിന്ന് നമുക്ക് അസൈൻമെന്റ്, പ്രോജക്റ്റ് പോലുള്ള അത്തരം ചോദ്യങ്ങളായിരിക്കും വരുന്നുണ്ടാവുക. അത് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ട് വാങ്ങേണ്ട മാർക്കാണ് 20 മാർക്ക്. നമുക്ക് 20 മാർക്കാണ് TMA മാർക്കായിട്ടുണ്ടാവുക. നമ്മൾ എഴുതിയെടുക്കേണ്ടത്, എഴുത്ത് പരീക്ഷയ്ക്ക് 80 മാർക്കും 20 മാർക്കാണ് TMA മാർക്കായിട്ട്, അതായത് ട്യൂട്ടർ അസൈൻഡ് മാർക്കായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവുക. ആ 20 മാർക്ക് കിട്ടാനുള്ള വഴികളാണ് ഈ 15 ലെസന്റെ ഉള്ളിൽ ഉണ്ടാവുക. ഇനി ഇതിലെ തന്നെ പബ്ലിക് എക്സാമിനേഷന് വരുന്ന ബാക്കി 60% പറ്റി സംസാരിക്കുകയാണ്. പാഠം 3 സോഷ്യോളജി, ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് അതർ സോഷ്യൽ സയൻസസ്. പാഠം 4 മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് റിസർച്ച് സോഷ്യോളജി. പാഠം 5 സോഷ്യൽ കമ്മ്യൂണിറ്റി അസോസിയേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. പാഠം 6 സോഷ്യൽ ഗ്രൂപ്പ്സ്. ഈ 4 പാഠങ്ങൾ നമ്മൾ പരീക്ഷയ്ക്ക് പഠിച്ച് എഴുതണം. മൊഡ്യൂൾ 2 സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. അതിൽ TMA പോർഷൻ ആയിട്ട് വരുന്നുണ്ടാവുക മൊഡ്യൂൾ 15 എക്കോണമി, പൊളിറ്റി ആൻഡ് റിലീജിയൻ. ഇതാണ് വരുന്നുണ്ടാവുക.
ആൻഡ് ഇതിലെ എക്സാം പോർഷൻസ് ആയിട്ട് വരുന്നുണ്ടാവുക പാഠം 12 മാരേജ്, പാഠം 13 ഫാമിലി, 14 കിങ്ഷിപ്പ്, 16ാമത് പാഠമായിട്ടുള്ള സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, ഹയറാർക്കി, ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻഈക്വാലിറ്റി. ഇത്രയും പാഠങ്ങൾ നമ്മൾ പരീക്ഷയ്ക്ക് പഠിച്ച് എഴുതണം. മൊഡ്യൂൾ 3 സോഷ്യൽ ചേഞ്ച്, സോഷ്യലൈസേഷൻ ആൻഡ് സോഷ്യൽ കൺട്രോൾ. ഈ പാഠത്തിൽ 2 പാഠങ്ങളാണ് TMA പോർഷനിൽ ഉണ്ടാവുക. അതായത് 21ാമത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള സോഷ്യൽ ഡീവിയൻസും 22ാമത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള സൊസൈറ്റി ആൻഡ് എൻവയൺമെന്റും ആണ്. ഇനി 17ാമത്തെ പാഠം, 18ാമത്തെ പാഠം, അതുപോലെ തന്നെ 19, 20 ഈ 4 പാഠങ്ങൾ നമ്മൾ എക്സാമിന് പഠിച്ചെഴുതേണ്ടതാണ്. 17 ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്, പ്രോസസ്സസ് ഓഫ് സോഷ്യൽ ചേഞ്ച്, സോഷ്യലൈസേഷൻ, സോഷ്യൽ കൺട്രോൾ. ഈ 4 പാഠങ്ങൾ നമ്മൾ എക്സാമിന് പഠിച്ചെഴുതണം. മൊഡ്യൂൾ 4 ഇന്ത്യൻ സൊസൈറ്റി. ഇതിൽ 3 പാഠങ്ങളാണ് TMA പോർഷൻ ആയിട്ട് വരുന്നത്. ഇന്ത്യൻ സോഷ്യൽ തിങ്കേഴ്സ് 23ാമത്തെ പാഠം, 24ാമത്തെ പാഠമായിട്ടുള്ള യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി, 25ാമത്തെ പാഠമായിട്ടുള്ള നാഷണൽ ഇന്റഗ്രേഷൻ കോൺസെപ്റ്റ് ആൻഡ് ചാലഞ്ചസ്. ഇത്രയും പാഠങ്ങൾ എന്തിൽ വരുന്നതാണ്? TMAയിൽ വരുന്നതാണ്. ഈ ഒരു മൊഡ്യൂൾ ഒരുപാട് പാഠങ്ങൾ നമുക്ക് എക്സാമിന് പഠിച്ചെഴുതാനുണ്ട്. 26 ഇന്ത്യൻ സൊസൈറ്റി, ട്രൈബൽ, റൂറൽ ആൻഡ് അർബൻ, 27 കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ, 28 മേജർ റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ഇൻ ഇന്ത്യ, 29 മേജർ സോഷ്യൽ പ്രോബ്ലംസ് ഇൻ ഇന്ത്യ, 30 പ്രോബ്ലംസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട സോഷ്യൽ കണ്ടീഷൻസിനൊക്കെ പഠിച്ച് അറിഞ്ഞ് അത്രയും ഡീപ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട പാഠങ്ങളാണ് ഈ ഒരു ഏരിയയിൽ വരുന്നത്. ഇന്ത്യൻ സൊസൈറ്റിയെ പറ്റിയാണ് പഠിക്കുന്നത്, ആ ഒരു സൈക്കിയെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നുണ്ടാവുക. 31 പ്രോബ്ലംസ് ഓഫ് അതർ ഡിപ്രൈവ്ഡ് സെഷൻസ്. ആൻഡ് ഇനി മൊഡ്യൂൾ 5 നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 2 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. മൊഡ്യൂൾ 5A, മൊഡ്യൂൾ 5B. അതായത് നമുക്ക് A പോർഷൻ എടുക്കാം. A പോർഷൻസിൽ നമുക്ക് TMA ഉണ്ട്, അതുപോലെ തന്നെ എക്സാം പോർഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് B പോർഷൻ എടുക്കാം. ഏതാണ് നമുക്ക് ഈസിയർ എന്ന് നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് TMA പോർഷനും ഉണ്ട്, മെയിൻ പോർഷനും, അതായത് എക്സാമിന് വരുന്ന പോർഷൻസും ഉണ്ട്. മൊഡ്യൂൾ 5A എന്താണ് വരുന്നത്? സ്റ്റാറ്റസ് ഓഫ് വുമൺ. വുമന്റെ സ്റ്റാറ്റസ് ആണ് നമ്മൾ അതിൽ നോക്കുന്നുണ്ടാവുക. അതായത് എന്താണ് ഇന്നത്തെ കണ്ടീഷൻ, അതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നുണ്ടാവുക കേട്ടോ. സോ ലെസൺ 34A, അതായത് A പാർട്ടിലെ മൊഡ്യൂൾ 5ാമത്തേല് 34ാമത്തെ പാഠം, അതുപോലെ തന്നെ 35ാമത്തെ പാഠം പ്രോബ്ലംസ് ഓഫ് വുമൺ, അതുപോലെ തന്നെ ക്വസ്റ്റ് ഫോർ ഇക്വാലിറ്റി ആൻഡ് വുമൻസ് എംപവർമെന്റ്. ഈ പാഠങ്ങൾ TMA പോർഷൻ ആണ്. 32, 33 ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ പെർസ്പെക്റ്റീവ്, അതുപോലെ തന്നെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ഈ 2 പാഠങ്ങൾ എന്താണ് നമ്മുടെ എക്സാമിന് പഠിച്ച് എഴുതേണ്ട പോർഷൻസ് ആണ്. ഇനി മൊഡ്യൂൾ 5B കൾച്ചർ ആണ് അതിന്റെ ഹെഡിങ് വരുന്നത്. മൊഡ്യൂൾ 5A എന്തായിരുന്നു? സ്റ്റാറ്റസ് ഓഫ് വുമൺ ആണ്. ബിയിൽ കൾച്ചർ ആണ് വരുന്നുണ്ടാവുക. ബിയിൽ വരുന്നത് ഒന്നാമത്തെ പാഠം, അതായത് അതിൽ വരുന്ന ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് 34ാമത്തെ പാഠമാണ് കൾച്ചറൽ പ്ലൂറലിസം. ആൻഡ് 35ാമത്തെ പാഠം വരുന്നത് മീഡിയ ആൻഡ് കൾച്ചർ. ഇത് രണ്ടും TMA പോർഷൻ ആണ്. ഇനി 32B, അതായത് 32ാമത്തെ പാഠം കൾച്ചർ, കൺസെപ്റ്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്, അതുപോലെ തന്നെ 33 ഇന്ത്യൻ കൾച്ചറൽ ഹെറിറ്റേജ്. ഇത് രണ്ടും നമ്മൾ എക്സാമിന് പഠിച്ചെഴുതേണ്ട പാഠമാണ്. അപ്പം ഇതാണ് നമ്മുടെ സിലബസിന്റെ ഒരു എന്താ പറയാ, ഒരു ബൈഫ്യൂരിക്കേഷൻ എന്നൊക്കെ പറയും. നമ്മളൊന്ന് ഉടച്ചെടുത്തു ആ സിലബസ് എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഒരു സോഷ്യോളജിയുടെ സിലബസിനെ പറ്റിയിട്ടുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയാം സോഷ്യോളജി നമുക്ക് സിലബസ് ഒക്കെ കേൾക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല എങ്കിൽ കൂടിയും നമുക്കത് പഠിച്ചു വരുമ്പോൾ കുറച്ച് ഡീപ്പറായിട്ട് നമുക്ക് പഠിക്കാനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഒറ്റയ്ക്ക് പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ, ഒരാളുടെ കൈസഹായം വേണം എന്ന് തോന്നുകയാണെങ്കിൽ ഏൺ മാർക്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ റെഡിയാണ്. പ്രീ റെക്കോർഡഡ് ക്ലാസ്സുകൾ, 1-to-1 കൗൺസിലിംഗ്, അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ്, എന്തെങ്കിലും അസൈൻമെന്റ്, പ്രോജക്റ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും നമ്മളിവിടെ ഏൺ മാർക്സ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കോമന്റ് ബോക്സ് ഇവിടെ ഓപ്പൺ ആണ്. അതുപോലെ തന്നെ നമ്മുടെ അക്കാദമിക് കൗൺസിലേഴ്സിന്റെ നമ്പേഴ്സ് അതുപോലെ തന്നെ വാട്സ്ആപ്പ് ലിങ്കും നമ്മൾ ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ആൻസൈറ്റിയോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അതിലൊന്ന് കോൾ ചെയ്യാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇടാം. വി ആർ ഹിയർ ടു ഹെൽപ്പ് യു. സോ ഗൈസ്, see you guys on the next video.